ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് സൈൻ എ പ്ലസ് കൊസീക് എ ഓൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സി കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവിടെ LHS ഈക്വൽ ടു ഇത് പ്രൂവ് ചെയ്യണമെങ്കിലേ നമുക്കിത് സ്ക്വയർ ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ചിട്ടുള്ളതല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ സൈൻ എ പ്ലസ് കൊസീക് എ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കൊസീക് എ പ്ലസ് കൊസീക് സ്ക്വയർ എ എന്ന് കിട്ടും. പ്ലസ് അത് മനസ്സിലായല്ലോ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇതേപോലെ കോസ് എ പ്ലസ് സി കെ ഹോൾ സ്ക്വയറും എക്സ്പാൻഡ് ചെയ്യുന്നു. കോസ് സ്ക്വയർ എ പ്ലസ് 2 കോസ് എ സി കെ പ്ലസ് സീക്ക് സ്ക്വയർ എ എന്ന് കിട്ടി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്രകാരം എക്സ്പാൻഡ് ചെയ്തു. ഇതിൽ ശ്രദ്ധിച്ചിരിക്കണം, ഓർഡർ ഒന്ന് ചെറുതായിട്ട് മാറ്റാം. ഞാൻ ആ ഒരു സ്റ്റെപ്പ് എഴുതാം, ശ്രദ്ധിച്ചിരിക്കണം. ഓർഡർ ഒന്ന് മാറ്റാം. സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും കൂടി അടുത്തടുത്ത് എഴുതാമല്ലോ. ഞാനൊരു സ്റ്റെപ്പ് അതിന് വേണ്ടി എക്സ്ട്രാ എഴുതിയേക്കാം. ഇതെല്ലാം സമ്മേഷനാണ്, ഓർഡറൊക്കെ മാറ്റിയാലും കുഴപ്പമില്ല. സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും കൂടി ഞാൻ അടുത്തടുത്ത് എഴുതി. പ്ലസ് പിന്നെ അതിന് ശേഷം ഇവിടെ നോക്കിയേ. അപ്പോൾ അത് രണ്ടും ക്ലിയർ ആയല്ലോ. പിന്നെ വരുന്നത് വേറെ ആരാണെന്ന് വെച്ചാൽ 2 സൈൻ എ കൊസീക് എ ഇല്ലേ, ഇത് 2 സൈൻ എ കൊസീക് എയിൽ ആ കൊസീക് എ എന്ന് പറഞ്ഞാൽ 1/sin എ എന്നായി മാറും. കൊസീക് എന് 1/sin എന്ന് എഴുതിക്കോട്ടെ. വെട്ടിപ്പോവാൻ വേണ്ടിയാണ് അത് എഴുതുന്നത്. 2 സൈൻ എ ഇൻറ്റു കൊസീക് എ എന്നുള്ളതിനെ 1/sin എന്നാക്കി. പിന്നെ ഇവിടെ 2 കോസ് എ സി കെ എന്നുണ്ടല്ലേ. 2 കോസ് എ സി കെ അല്ലേ, സി കെ 2 കോസ് എ സി കെ, സി കെനെ 1/cos എന്നും എഴുതി. സി കെനെ 1/cos എന്നും എഴുതി. ഇനി നമുക്ക് എഴുതാൻ ബാക്കിയുള്ളത് ആരൊക്കെയാണ്? കൊസീക് സ്ക്വയർ എയും സീക്ക് സ്ക്വയർ എയും അതും എഴുതി. കൊസീക് സ്ക്വയർ എയും പ്ലസ് സീക്ക് സ്ക്വയർ എ. ക്ലിയർ ആയല്ലോ ഈ സ്റ്റെപ്പ്? സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ചിട്ട് കേൾക്കാം. അപ്പോൾ ഞാൻ അഡീഷൻ്റെ ഓർഡർ ഒന്ന് ഇവിടെ മാറ്റി. കൊസീക്കിനെ 1/sin ആക്കി, സി കെനെ 1/cos എന്നാക്കി. അടുത്ത സ്റ്റെപ്പിൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1 അല്ലേ, അത് 1 ആയി. ഇവിടെ ഈ സൈൻ എയും ക്യാൻസലായി പോവുമല്ലോ. 2 വരില്ലേ ബാക്കി. അതേപോലെ ഇവിടെയും കോസയും വെട്ടിപ്പോവുമല്ലോ. അപ്പോൾ അഗെയിൻ 2 വരും. പിന്നെ കൊസീക് സ്ക്വയർ എ പ്ലസ് സീക്ക് സ്ക്വയർ എ. കൊസീക് സ്ക്വയർ എ പ്ലസ് സീക്ക് സ്ക്വയർ എ ഇങ്ങനെ വരും. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 1 + 2 3 3 + 2 5 അല്ലേ. 1 + 2 3 3 + 2 5. 5 പ്ലസ് കൊസീക് സ്ക്വയർ എ പ്ലസ് സീക്ക് സ്ക്വയർ എ എന്ന് കിട്ടി. ഇതാണോ RHS? അല്ല, RHS 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ എന്നാണ്. അപ്പോൾ ഇതിന് ടാൻ സ്ക്വയർ പ്ലസ് കോഡ് സ്ക്വയർ എന്നാക്കാൻ വല്ല വഴിയുണ്ടോ? അതിന് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കൊസീക് സ്ക്വയർ എന ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, ഓർത്ത് നോക്കിയേ. കൊസീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ അത് 1 പ്ലസ് കോഡ് സ്ക്വയർ എ ആണ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. അതേപോലെ സീക്ക് സ്ക്വയർ എനെ നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അത് വേറൊരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ അത് ആദ്യമേ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ
ഇവിടെ 5 + 1 6, 6 + 1 7, 7 പ്ലസ് ഓർഡർ ഒന്ന് മാറ്റാണ് tan സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ, tan സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ, ഇതല്ലേ റൈറ്റ് ഹാൻഡ് സൈഡ് RHS? അതെ, ഓക്കെ.